ഹലോ ഫ്രണ്ട്സ്, ഞാൻ രഞ്ജു മാസ്റ്റർ. ടെക് ആൻഡ് ട്രിക്സ് ഫോർ സ്റ്റുഡൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പുതിയൊരു വീഡിയോ ആണ്. അതായത് നമ്മുടെ ക്രിസ്മസും അതുപോലെ തന്നെ ന്യൂ ഇയറെല്ലാം അടുത്തെത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ഈ വർഷം കാര്യമായ ആഘോഷങ്ങൾ ഇല്ല എങ്കിലും നമ്മൾ ക്രിസ്മസിനെ വരവേൽക്കാൻ വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ ക്രിസ്മസ് സ്റ്റാർ തൂക്കാറുണ്ട്. എന്ത് തന്നെയായാലും നമുക്കൊരു സ്റ്റാർ ഉണ്ടാക്കി തൂക്കിയിട്ടെങ്കിലും നമുക്ക് ക്രിസ്മസ് ന്യൂ ഇയറിനെ നമുക്ക് വരവേൽക്കണം. അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റാറാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് സ്റ്റാർ ഉണ്ടാക്കാൻ തടിച്ച ഒരു കാർഡ് ഷീറ്റാണ് വേണ്ടത്. ഞാൻ കുറച്ച് വലിയ സ്റ്റാർ ഉണ്ടാക്കുന്നതിനാൽ 2 ഷീറ്റ് വേണ്ടി വരും. ഒരു ഷീറ്റിന് 15 രൂപയാണ് വില. 2 ഷീറ്റാകുമ്പോൾ 30 രൂപ കൊണ്ട് ഒരു വലിയ സ്റ്റാർ ഉണ്ടാക്കാൻ കഴിയും. അതിനായി 25 സെൻറ്റിമീറ്റർ സ്ക്വയറിലുള്ള 5 പീസ് പേപ്പറാണ് നമുക്ക് വേണ്ടത്. ഇനി ഒരു ഷീറ്റ് എടുത്ത് അതെങ്ങനെയാണ് മടക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ കോണോട് കോൺ ആയി മടക്കുക. അതിനുശേഷം നിവർത്തി വെക്കുക. അപ്പോൾ നടുവിൽ ഒരു ലൈൻ കാണുന്നില്ലേ? ഇനി ഈ ലൈനിലേക്ക് ഷീറ്റിൻ്റെ ഒരു കോൺ എടുത്ത് ഇതുപോലെ കറക്റ്റായി മടക്കി വെക്കുകയാണ് വേണ്ടത്. എതിർഭാഗത്ത് ശ്രദ്ധിക്കേണ്ടത്, ഈ ഭാഗം ഇതിൻ്റെ മുകളിൽ വരത്തക്കവണ്ണം മടക്കണം. ഷീറ്റിൻ്റെ അറ്റം 1 സെൻറ്റിമീറ്റർ ഉള്ളിൽ വരത്തക്കവണ്ണം മടക്കണം. അതിൻ്റെ ഇടയിലാണ് കുറച്ച് ഗം ഇട്ടുകൊടുക്കേണ്ടത്. അതിനായി ഞാൻ ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത്. മടക്കിയ ഷീറ്റിൻ്റെ അറ്റത്ത് കുറച്ച് ഗം മാത്രമേ ഇട്ടുകൊടുക്കാൻ പാടുള്ളൂ. അധികമായാൽ അത് പുറത്തായി അടിയിൽ ഒട്ടിപ്പോകും. ഇനി ഇതുപോലെ മുകളിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. അടുത്ത സ്റ്റെപ്പ്, ഒട്ടിച്ചതിൻ്റെ മുകളിലായി 5 സെൻറ്റിമീറ്ററിൽ പെൻസിൽ കൊണ്ട് ഒന്ന് അടയാളപ്പെടുത്തണം. ഒട്ടിച്ചതിൻ്റെ അറ്റത്തല്ല, അടിയിലുള്ള വരക്ക് സമാന്തരമായാണ് മാർക്ക് ചെയ്യേണ്ടത്. ഈ പോയിന്റ് വെച്ച് 2 ഭാഗത്തേക്കും സ്കെയിൽ ഉപയോഗിച്ച് ഇതുപോലെ ലൈൻ ഇടണം. ഇനി ആ ലൈനിൽ കൂടി കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യുക. മുറിച്ചെടുത്ത ഭാഗത്ത് നിന്ന് 1 സെൻറ്റിമീറ്റർ ഉയരത്തിൽ പോയിന്റ് ചെയ്ത് 2 ഭാഗത്തും ലൈൻ ഇടണം. ഇനി ഈ പോയിന്റിൽ നിന്നും 2 ഭാഗത്തേക്കായി ചെറിയൊരു കോൺ രൂപത്തിൽ കട്ട് ചെയ്യണം. അതുപോലെ 2 മൂലയും ഇതുപോലെ കട്ട് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ്, മുകളിൽ 1 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വരച്ച ഈ ലൈനിൽ കൂടി ഇതുപോലെ കത്രിക ഉപയോഗിച്ച് ഇരുഭാഗവും കട്ട് ചെയ്യണം. ഇതിനിടയിൽ അടിയിലുള്ള ഭാഗം മുറിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ മറുഭാഗത്ത് ഈ ലൈനിൽ ഒരു സ്കെയിൽ വെച്ച് 2 അറ്റവും ഇതുപോലെ മടക്കുക. അപ്പോൾ സ്റ്റാറിൻ്റെ ഒരു ഭാഗം റെഡിയായി കഴിഞ്ഞു. ഇതുപോലെ 5 പീസ് നമുക്കുണ്ടാക്കണം. ഇനി ഇതിൻ്റെ സൈഡിൽ നമുക്ക് കുറേ ദ്വാരങ്ങൾ ഉണ്ടാക്കണം. അതിനായി സൈഡിൽ സ്കെയിൽ വെച്ച് പറ്റാത്ത തരത്തിൽ ലൈൻ ഇട്ടുകൊടുക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് നീറ്റായി ദ്വാരമുണ്ടാക്കാൻ സാധിക്കും. ഇനി പഞ്ചിങ് മെഷീൻ കൊണ്ട് ലൈനിൽ കൂടി കൃത്യമായി ദ്വാരമുണ്ടാക്കണം. പഞ്ചിങ് മെഷീൻ ഇല്ല എങ്കിൽ ആണി എടുത്താലും മതി. ഇവിടെ ഏത് ഡിസൈനിലും നമുക്ക് ഹോൾ ഉണ്ടാക്കാം. കുറച്ചുകൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ഞാൻ ഇതിൻ്റെ സൈഡിൽ കളർ പേപ്പർ ഒട്ടിക്കാൻ പോവുകയാണ്. അതിനായി ഇതുപോലുള്ള ഒരു കളർ പേപ്പർ എടുത്ത് 2 സെൻറ്റിമീറ്റർ വീതിയിൽ പീസ് മുറിച്ചെടുക്കണം. ഒന്നിന് 2 പീസ് വേണ്ടി വരും. അത് കത്രിക ഉപയോഗിച്ച് മുറിച്ചെടുക്കുക.
അടുത്തതായി മുറിച്ച പീസിനെ നടുവിൽ കൂടി മടക്കി രണ്ട് ഭാഗവും മടക്കി വയ്ക്കുക. ഇനി അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഫെവിക്കോൾ തേച്ച് കൊടുക്കണം. നേരിയ പീസ് ഇതുപോലെ രണ്ടു ഭാഗത്തും മടക്കാൻ കഴിയുന്ന തരത്തിൽ കൃത്യമായി ഒട്ടിച്ചു കൊടുക്കണം. അതുപോലെ മറുഭാഗത്തും ഒട്ടിക്കുക. അധികമുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഒരു സ്റ്റാർ ഉണ്ടാക്കാനുള്ള 5 പീസും റെഡിയായി കഴിഞ്ഞു. എല്ലാ ഭാഗവും കൃത്യമാണ്. അടുത്ത സ്റ്റെപ്പ് ഓരോ പീസും ചേർത്ത് ഒട്ടിക്കലാണ്. നമ്മൾ നേരത്തെ സ്കെയിൽ വെച്ച് മടക്കിയ ഭാഗം നിവർത്തി അവിടെ രണ്ട് ഭാഗത്തും മുകളിൽ ഗം ഇട്ട് കൊടുക്കണം. ഇനി മറ്റൊരു പീസ് എടുത്ത് കട്ട് ചെയ്ത ഭാഗം അടിയിൽ വരത്തക്ക വണ്ണം വെച്ച് ഗമ്മിട്ട ഭാഗം അതിൻ്റെ മുകളിലായി ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ രണ്ടാമത്തെ പീസിൻ്റെയും മടക്കിയ ഭാഗം നിവർത്തി പശ തേച്ച് കൊടുക്കണം. അടുത്ത പീസ് എടുത്ത് നേരത്തെ ചെയ്തതുപോലെ മുകളിൽ വെച്ച് പശ തേച്ച ഭാഗം ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക. ഇതുപോലെ എല്ലാ പീസും ഒട്ടിക്കണം. ഇനി മുകളിലെയും താഴത്തെയും അറ്റത്ത് ഉള്ളിലായി ചരട് കെട്ടുന്ന ഭാഗത്ത് ഇതുപോലെ ചെറിയൊരു പീസ് എടുത്ത് ഗമ്മിട്ട് കൊടുക്കണം. ചരട് കെട്ടുമ്പോൾ കുറച്ച് ഉറപ്പ് കിട്ടാനാണ് ഇത് ചെയ്യുന്നത്. ഒട്ടിച്ചതിൻ്റെ മുകളിൽ രണ്ട് ഭാഗത്തും പഞ്ചിങ് മെഷീൻ ഉപയോഗിച്ച് ഓരോ ദ്വാരം ഉണ്ടാക്കണം. ഇനി ആ ദ്വാരത്തിൽ കൂടി ഓരോ ചരട് ഇട്ടുകൊടുക്കണം. അതിനായി ചരടിൻ്റെ അറ്റത്ത് ചെറിയൊരു കമ്പ് കെട്ടിക്കൊടുക്കണം. തീപ്പെട്ടിക്കോലോ ഈർക്കിളോ എന്തായാലും സാരമില്ല. കമ്പ് ഉള്ളിൽ വരത്തക്കവണ്ണം ചരട് ദ്വാരത്തിൽ കൂടി പുറത്തേക്കെടുക്കുക. നമ്മുടെ സ്റ്റാർ അങ്ങനെ വിടർന്ന് വരുന്നുണ്ടല്ലേ. എൻ്റെ സ്റ്റാറിന് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. നമുക്ക് ചരടുകൾ തമ്മിലൊന്ന് കൂട്ടിക്കെട്ടി നോക്കാം. എങ്ങനെയുണ്ട് നമ്മുടെ സ്റ്റാർ? വിചാരിച്ചതിലും നന്നായിട്ടുണ്ടല്ലേ? സൂപ്പറാണോ കളർഫുള്ളാണോ? അത് നിങ്ങൾക്ക് വിടും. നമ്മുടെ വർക്ക് തീർന്നില്ലേ? സ്റ്റാറിൻ്റെ ഉള്ളിൽ ഒരു ബൾബ് കൂടി ഫിറ്റ് ചെയ്യണം. എന്നാലല്ലേ രാത്രിയിൽ മിന്നിത്തിളങ്ങും. അങ്ങനെ നമ്മുടെ നക്ഷത്രദീപം തെളിഞ്ഞിരിക്കുന്നു. നിങ്ങളും ഇതുപോലെ ഒരു സ്റ്റാർ ഉണ്ടാക്കില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ മുൻകൂട്ടി നേരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒപ്പം ബെല്ലൈക്കും ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും